പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ യേശുകുട്ടൻ. ഇന്ന് രാവിലെ, അതായത് ഞായറാഴ്ച രാവിലെ എന്നോടൊരാൾ വിളിച്ചു ചോദിച്ചു, അവരുടെ കയ്യിലുള്ള പഴയ സ്വർണം തന്നു കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞതിന് ശേഷം തിരിച്ചെടുക്കുമ്പോൾ പണിക്കൂലി ഇല്ലാതെ കൊടുക്കുമെന്ന്. ഒരുപാട് കടകളിൽ അങ്ങനത്തെ ഒരു ഓഫറുകളുണ്ട്. നിങ്ങളുടെ കടയിലും അത് ഉണ്ടോയെന്നാണ് ചോദ്യം ചോദിച്ചത്. അപ്പോൾ ആദ്യമേ പറയട്ടെ, ഞങ്ങളുടെ കടയിൽ അങ്ങനത്തെ ഒരു ഓഫറില്ല. ശരിക്കും നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നന്നായി കച്ചവടം നടക്കുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭവിഹിതം മാറ്റിവെച്ച് 1 വർഷത്തിന് ശേഷം ആഭരണം കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു യുക്തിയുണ്ട്. അതായത് നമുക്ക് ആ കിട്ടുന്ന ലാഭത്തിന് ശതമാനം കൊടുത്ത് പണിക്കൂലിയില്ലാതെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നന്നായിട്ട് കച്ചവടം നടക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന മാത്രം കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും ഈ പണിക്കൂലി ഇല്ലാതെ ആഭരണം മേടിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു പ്രവണത, അതായത് നമുക്ക് സ്വർണത്തിൻ്റെ അതേ വിലയ്ക്ക് തന്നെ സാധനം കിട്ടാൻ നോക്കുക. സംഭവം നല്ല സിസ്റ്റം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ പൈസ മുടക്കാതെ സാധനം കിട്ടുക എന്ന് പറയുന്നത് നല്ല തന്നെയാണ്. പക്ഷെ അത് ശരിക്കും ഒരു അപ്രാപ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു 24 കാരറ്റ് സ്വർണം, അതായത് തങ്കം എന്ന് ഞങ്ങൾ വിളിക്കുന്ന ആ സ്വർണത്തിനെ 22 കാരറ്റിലേക്ക് കൺവെർട്ട് ചെയ്ത് അത് ആഭരണമാക്കി മാറ്റുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട്. മെൽറ്റ് ചെയ്ത് തങ്കക്കട്ടികളെ അടിച്ചു പരത്തി കമ്പികളാക്കി പല രൂപത്തിലേക്ക് മാറ്റി, അങ്ങനെ അത് ഡൈ വർക്ക് ചെയ്ത് തട്ടാന്മാരത് പണിയെടുത്ത്, അങ്ങനെ ഒരുപാട് പേരുടെ പണിയുടെ മൂല്യം അതിൽ കിടക്കുന്നുണ്ട്. അതിനാണ് പണിക്കൂലി എന്ന് പറഞ്ഞുകൊണ്ട് ജ്വല്ലറിക്കാർ അതല്ലെങ്കിൽ തട്ടന്മാർ നമ്മുടെ അടുത്ത് കാശ് മേടിക്കുന്നത്. അതിൻ്റെ പുറത്തുള്ള ചെറിയൊരു ലാഭശതമാനം, നമ്മുടെ ചിലവ് കഴിച്ചുള്ള ചെറിയൊരു ലാഭശതമാനം മാത്രം എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് വിൽക്കുന്നത്. അപ്പോൾ ഇത്തരം ഓഫറുകൾ പ്രഖ്യാപിച്ച് ഇപ്പോൾ നമുക്ക് ഈ അടുത്ത് തന്നെ വലിയൊരു കട ഒരുപാട് പേരുടെ പണിക്കൂലി ഇല്ലാതെ സാധനം മേടിച്ചുകൊണ്ട് കൊടുക്കും എന്ന് പറഞ്ഞാണ്ട് പൈസ മേടിച്ച് വെച്ച് ലാഭം കൊടുക്കാമെന്ന് പറഞ്ഞാണ്ട് മേടിച്ച് വെച്ച് കോടിക്കണക്കിന് രൂപ ആളുകൾക്ക് കൊടുക്കാനായി അതുകൊണ്ട് മുങ്ങി. അപ്പോൾ നമ്മുടെ ഇത്രയും മൂല്യമുള്ള സാധനത്തെ മാറ്റിയെടുക്കുമ്പോൾ ചെറിയ തരത്തിലൊരു കൂലി ഈടാക്കുകയോ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഖേദിക്കേണ്ട ആവശ്യമില്ലാന്നാണ് എനിക്ക് അഭിപ്രായം. കാരണം സ്വർണത്തെ പോലെ മൂല്യമുള്ള വസ്തു എത്ര കാലം കയ്യിലുണ്ടെങ്കിലും അത് മൂല്യം കൂടുന്നൊരു വസ്തു മറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ ചെറിയൊരു കൂലിയൊക്കെ കൊടുത്ത് നമുക്ക് എടുക്കാൻ പറ്റും. അത് കൂലി എന്ന് പറയുന്ന സാധനം ആ ആഭരണത്തിൻ്റെ എന്താ പറയുക, ക്വാളിറ്റി അല്ല ഉദ്ദേശിക്കുന്നത്. ആഭരണം ഉണ്ടാക്കാൻ എടുക്കുന്ന സമയവും അതിൻ്റെ എഫേർട്ടും അതിൻ്റെ മോഡലും അനുസരിച്ചാണ് ചെറിയ ചെറിയ വേരിയേഷൻ വരുന്നത്. എങ്കിലും ഒരുപാട് കൂലിയുള്ള സാധനം എടുക്കാതെ ഒരു മിതമായിട്ടുള്ള കൂലിയുള്ള സാധനം എടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അതുപോലെ ഇത്തരം ഓഫറുകൾ ഉണ്ടാകുമ്പോൾ, ഇത്തരത്തിലുള്ള ഓഫറുകൾ നമുക്ക് ആരെങ്കിലും ഓഫർ ചെയ്യുമ്പോൾ ആ ഷോപ്പ് എത്ര വർഷമായിട്ട് അവിടെ നിലനിൽക്കുന്നതാണ്, നന്നായി കസ്റ്റമേഴ്സിനായിട്ട് നന്നായി ഇടപാട് നടത്തുന്ന സ്ഥാപനമാണോ, ഇങ്ങനെ വലിയ ഓഫർ കാണുമ്പോൾ അല്ലെങ്കിൽ ലാഭം കൊടുത്താണ്ട് നിങ്ങൾ പൈസ കൊണ്ടുപോയിട്ടാൽ അതിന് ലാഭം കിട്ടും എന്ന് പറയുമ്പോൾ ഒന്നും ആലോചിക്കാതെ കൊണ്ടുപോയി പൈസ ഇടുമ്പോഴൊക്കെ നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം. വലിയ കടകളാണെങ്കിലും വലിയ പേരുള്ള കടകളാണെങ്കിലും അവരുടെ ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുള്ള സമയത്തായിരിക്കും ഇത്തരം ഓഫറുകൾ വയ്ക്കുക. അങ്ങനെ ഒരുപാട് കടകളുണ്ട്, നമുക്കറിയുന്ന ഒരുപാട് കടകൾ അങ്ങനെ നഷ്ടപ്പെട്ട് നിർത്തിപ്പോയി, ഒരുപാട് ആൾക്കാർക്ക് കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം കടകളിലേക്ക് നമ്മൾ ഇത് കൊടുക്കുമ്പോൾ നമ്മൾ അത്തരം കടകളാണെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ 10 വർഷമായിട്ടുള്ള കടയായിരിക്കും, പക്ഷെ അങ്ങനെ മനസ്സിലായിക്കൊള്ളുന്നില്ല. എങ്കിലും അവരുടെ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു കെട്ടുറപ്പൊക്കെ നോക്കി മനസ്സിലാക്കി അവർ നന്നായിട്ട് കസ്റ്റമേഴ്സിനായിട്ട് എന്താ ഒരു പ്രതിജ്ഞാബദ്ധരായി കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത്തരം ഓഫറിലേക്ക് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പരമാവധി നമ്മുടെ സാധനം ഒരു മിതമായ കൂലിയിൽ മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതെടുത്ത് അപ്പോൾ തന്നെ എടുത്താണ് സേഫ് ആക്കുക. ഒരുപാട് വർഷത്തെ കൊണ്ടുപോയി നിക്ഷേപിച്ച് അതിന് ലാഭം കിട്ടണം, അല്ലെങ്കിൽ അത് പിന്നെ പണിക്കൂലി ഇല്ലാതെ കിട്ടുന്നില്ല കരുതിയിട്ട് നമ്മൾ ഒറ്റയടിക്ക് പോയിട്ട് ചെയ്യാതിരിക്കുക. അതാണ് എനിക്കിതിന് പറയാനുള്ളത്. അപ്പോൾ ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് എൻ്റെ അറിവ് വെച്ച് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഓക്കെ, നന്ദി.